ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനൽ പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ സച്ചി ചോദിക്കുന്നുണ്ട്, ഇനി അവളെങ്ങാനും വക്കീലിനെ കാണാൻ പോയതായിരിക്കുമോ, ആണോടെ ശ്രുതി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും എനിക്കറിയില്ല എന്ന് ശ്രുതി പറയുന്നുണ്ട്. വേഗം തന്നെ രേവതി ചോദിക്കുകയാണ്, വക്കീലിനെയോ എന്തിനെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അല്ല, എന്തായാലും ഇവന് ജോലിയില്ല എന്ന് അറിഞ്ഞു, ജീവിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി, അപ്പോൾ ഇവനെ ഉപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വക്കീലിനെ കാണാൻ പോയതായിരിക്കും. എടാ ശ്രുതി, നിനക്കറിയാവുന്നൊരു വക്കീലിനെ നീ കണ്ടുവച്ചോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക എന്ന് പറയുകയാണ് കേട്ടോ. സച്ചിയുടെ വാക്കുകൾ കേട്ട് ആകെ ടെൻഷനിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ ശ്രുതി. അല്ല രേവതി, പറയാൻ പറ്റില്ലേ, ഇവനെ പോലെ ഒരാളുടെ കൂടെ ജീവിക്കുന്നതിനും ഭേദം ഡിവോഴ്സ് ആണെന്ന് ആ പെണ്ണ് കരുതിക്കണം, അതുകൊണ്ട് ചിലപ്പോൾ വക്കീലിനെ കാണാൻ പോയതായിരിക്കുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എൻ്റെ കഷ്ടകാലത്തിനാണ് ഞാൻ നിൻ്റെ കൂടെ പോരാൻ തോന്നിയത്, എന്ത് കാര്യത്തിനാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ആ പറഞ്ഞ നേരാണ്, നിൻ്റെ കഷ്ടകാലമാണ്, പക്ഷേ ആ പെണ്ണിൻ്റെ നല്ല സമയമാണ്, അതുകൊണ്ടാണ് അവൾ നിന്നെ ഉപേക്ഷിച്ച് പോയത് എന്നൊക്കെ സച്ചി മറുപടി പറയും. ഈ സമയത്ത് രേവതി പറയാണ്, സച്ചിയേട്ടാ നിങ്ങളൊന്നും മിണ്ടാതിരിക്കാമോ, നിങ്ങൾ മിണ്ടാതിരിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. സച്ചിയാണെങ്കിലോ, ഞാൻ മിണ്ടാതിരിക്കേണ്ട കാരണം എന്താ, കാണാതെ പോയത് എൻ്റെ ഭാര്യയല്ലല്ലോ എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. അങ്ങനെ ഒരു വണ്ടിക്ക് പോകുന്ന സമയത്ത് ഒരു കടയുടെ ഫ്രണ്ടിൽ സച്ചി വണ്ടി നിർത്തുന്നുണ്ട്. വണ്ടിയിൽ നിന്ന് ഇറങ്ങി കടയ്ക്കുള്ളിലേക്ക് ചെല്ലുന്ന സമയത്ത് രേവതിയും ശ്രുതിയൊക്കെ വിചാരിക്കുന്നത് ശ്രുതിനെ കുറിച്ച് അന്വേഷിക്കാനായിരിക്കും എന്നാണ്. എന്നാൽ പോയിട്ട് തിരികെ വരുന്ന സച്ചി കയ്യിലൊരു ബിസ്ക്കറ്റുമായിട്ടാണ് വരുന്നത്. ഇത് കാണുന്ന നേരത്തെ രേവതി ചോദിക്കുന്നത്, നിങ്ങളിത് മേടിക്കാനാണ് പോയത്, ഞാനത് ശ്രുതിനെ കുറിച്ച് അന്വേഷിക്കാനായിരിക്കും പോയതെന്ന് പറയുമ്പോൾ അവളെക്കുറിച്ച് ഞാൻ എന്തിനാ അന്വേഷിക്കേണ്ടത്, അന്വേഷിക്കുന്നതിന് ഇവിടെ ഇരിക്കുന്നു, ഇവൻ്റെ ഭാര്യനെ പറ്റി ഇവനല്ലേ തിരക്കേണ്ടത് എന്നൊക്കെ ചോദിക്കുകയാണ്. അതിനുശേഷം ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് രേവതിയോടായിട്ട് പറയുന്നുണ്ട്, രാവിലെ മുതൽ ഞാൻ ഒന്നും കഴിച്ചില്ല, എനിക്കതിനെ വിശന്നിട്ട് മേല, അതുകൊണ്ടാണ് ഞാനിത് മേടിച്ചത്, നിനക്ക് വേണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ശ്രുതിയോട്. ശ്രുതിയാണെങ്കിൽ എനിക്ക് വേണ്ട എന്ന് പറയുന്നുണ്ട്. രേവതിക്ക് നേരെ നീട്ടുന്ന സമയത്ത് രേവതി മനസ്സോടെ ആണെങ്കിൽ ഓർമ്മ എടുക്കാൻ കേട്ടോ. എന്നിട്ട് പറയുന്നത്, സച്ചിയായിട്ട് നമ്മളിന്ന് ടൂറിനാണ് പോകുന്നത്, ഇതൊന്നും വേണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വിശന്നിട്ടാണ് രേവതി എന്നൊക്കെ സച്ചി മറുപടി പറയുന്നുണ്ട്. അങ്ങനെ ഇവർ വണ്ടിയിൽ പോകുന്ന സമയത്ത് സച്ചി സംസാരിക്കുന്ന ശ്രുതി ചിലപ്പോൾ ശ്രുതിനെ ഉപേക്ഷിച്ച് പോയി കാണും എന്ന രീതിക്ക് തന്നെയാണ് രേവതി മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ടെങ്കിലും സച്ചി മിണ്ടാതിരിക്കുന്നില്ല കേട്ടോ. അവരങ്ങനെ കുറച്ച് ദൂരം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി പറയുകയാണ്, ഞാൻ ആകെ ടയേർഡായി, എടാ ശ്രുതി ഇവിടെ അടുത്തൊരു പാർക്കുണ്ടെന്നാണ് പറഞ്ഞത്, നമുക്കൊന്ന് ഉറങ്ങിയിട്ടേക്കൊന്ന് പോയാലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നീ എന്നെ കളിയാക്കുകയാണല്ലേ, എന്ത് ഗതികേടിനാണ് ശ്രുതിനെ അന്വേഷിച്ച് എനിക്ക് ഇവൻ്റെ കൂടെ പോരാൻ തോന്നിയത് എന്നൊക്കെ ഇങ്ങനെ ശ്രുതി സംസാരിക്കുകയാണ്. അവസാനം നമ്മുടെ രേവതി കെഞ്ചി തന്നെ പറയുകയാണ്, സച്ചിയേട്ടൻ നിങ്ങളൊന്നും മിണ്ടാതിരിക്കാവോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോയി അവസാനം കുമാരപുരത്ത് എത്തുന്ന സമയത്ത് സച്ചി പറയുകയാണെങ്കിൽ ഇതാണ് കുമാരപുരം എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഒരു കടയ്ക്ക് മുന്നിൽ വണ്ടി നിർത്തിയിട്ട് നീ പോയി നിന്റെ ഭാര്യയെ കുറിച്ച് അന്വേഷിക്കടാ എന്ന് പറഞ്ഞൊരു സുധീനെ പറഞ്ഞു വിടുകയാണ്. രേവതിയും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് സുധീനെ കുറിച്ച് അന്വേഷിക്കുകയാണ് കേട്ടോ. കടക്കാരോടും വഴിയാത്രക്കാരോടും ഒക്കെ തിരക്കി ഫോട്ടോ കാണിച്ച് തിരക്കുന്നുണ്ടെങ്കിലും ശ്രുതിനെ ആരും തന്നെ കണ്ടിട്ടില്ല എന്നാണ് കേട്ടോ മറുപടി പറയുന്നത്. ഇതേ സമയം ശ്രുതി ആകട്ടെ അമ്മയെന്നും വിളിച്ചുകൊണ്ട് ഓടിച്ചെന്ന് വിമലാൻ്റെയെ കെട്ടിപ്പിടിക്കുകയാണ്. വിമലാൻ്റെയാണ് അതിശയത്തോട് തന്നെ മോളെന്തോ ഒന്നും അവരറിയിപ്പില്ലാതെ ഇങ്ങോട്ടേക്ക് ഓടി വന്നത് എന്നൊക്കെ ചോദിച്ച് വിശേഷങ്ങൾ തിരക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ ശ്രുതി കരഞ്ഞുകൊണ്ട് തന്നെ പറയുകയാണ്, ശ്രുതി എന്നെ ചതിച്ചമ്മേ, ശ്രുതിക്ക് ജോലി ഉണ്ടായിരുന്നില്ല എന്നിട്ടും എന്നെ ജോലിക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് പറ്റിച്ചു എന്നൊക്കെ പറയുന്ന സമയത്ത് വിമലാനെ സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നിരുന്നാലും ശ്രുതി അതിനൊന്നും വഴങ്ങുന്നില്ല കേട്ടോ. അതിനുശേഷം വിമലാൻ്റി പറയുന്നുണ്ട്, ശ്രുതി ഒരു ചെറിയ കള്ളം പറഞ്ഞതിനാണ് മോളിത്രതി വിഷമിക്കുന്നത്, അപ്പം നിന്ന് എത്രമാത്രം വലിയൊരു കള്ളാണ് മറച്ചു വെച്ചിരിക്കുന്നത്, ആ ഒരു സത്യം അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ നീ ചിന്തിച്ചിട്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. വിമലാൻ്റിയുടെ വാക്കുകൾ കേൾക്കുമ്പോഴത്തേക്ക് ശ്രുതിക്ക് ചെറിയൊരു ഭയമൊക്കെ തോന്നുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട്, ഞാൻ കള്ളം പറഞ്ഞത് ശ്രുതിനെ സ്വന്തമാക്കാനാണ്, പക്ഷേ ശ്രുതി എന്നോട് കള്ളം പറഞ്ഞത് അങ്ങനെയല്ല അമ്മ, എനിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ്, ഞാൻ വീട്ടിലുള്ള എല്ലാവരും മുന്നിൽ വെച്ചാണ് ശ്രുതി എന്നെ നാണം കെടുത്തിയത്, ആ സച്ചി ആണെങ്കിൽ എന്നെ എന്തൊക്കെ പറഞ്ഞു എന്ന് അമ്മയ്ക്ക് അറിയാമോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും സച്ചി ഒരു നല്ലവനാണല്ലോ, സച്ചി എങ്ങനെയൊന്നും സംസാരിക്കാനുള്ള സാധ്യതയില്ല എന്നൊക്കെ വിമലാൻ്റി പറയുമ്പോഴത്തേക്കും അമ്മയ്ക്ക് എല്ലാവരും നല്ലവരാണല്ലോ, അമ്മയ്ക്ക് എല്ലാവരും നല്ലവരാണല്ലോ, ആ സച്ചി അവനും രേവതിയാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നക്കാർ, എന്നാലും ശ്രുതിനെ ചതിക്കുന്നു ഞാൻ വിചാരിച്ചില്ല അമ്മ, ഞാൻ ആ വീട്ടിലേക്കില്ല എന്നൊക്കെ ശ്രുതി പറയുമ്പോഴത്തേക്കും മനസ്സ് മാറ്റാനൊക്കെ വിമലാൻ്റി ശ്രമിക്കുന്നുണ്ട്. അതിന് ശേഷം വിമലാൻ്റി പറയണം, മോളോട് ഇരിക്കും, ഞാൻ ചായ ആയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോവാണ് കേട്ടോ. ഇതേ സമയം സച്ചിയും ശ്രുതിയും രേവതിയും പലയിടങ്ങളിലും ശ്രുതിയെ കുറിച്ച് അന്വേഷിച്ചിട്ടും ശ്രുതിയുടെ ഒരു വിവരം തന്നെ ലഭിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഇവർ വീണ്ടും യാത്ര തുടരുകയാണ്. പോകുന്ന വഴിയിൽ സച്ചി ശ്രുതിയെ കുറിച്ച് കുറ്റപ്പെടുത്തി സംസാരിക്കുകയും മാത്രമല്ല സച്ചി ഒരു പാട്ടും പാടുകയാണ്, അവൾ പോയി എന്നേക്കുമായി പോയി എന്നൊക്കെ പാടുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടൻ നിങ്ങൾ ഇനി മിണ്ടായിരുന്നില്ല, ഞാൻ തീർച്ചയായിട്ടും അച്ഛനെ വിളിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് സച്ചി പറയുന്നുണ്ട്, ഇല്ല വേണ്ട ഞാൻ മിണ്ടായിരുന്നോളാം എന്നും പറഞ്ഞുകൊണ്ട് മിണ്ടാതെ തന്നെ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ്. അതിനുശേഷം വേറൊരു സ്ഥലത്ത് നിന്നിട്ട് വണ്ടി നിർത്തിയിട്ട് കടക്കാരോടും അതുപോലെ തന്നെ യാത്രക്കാരോടും ഒക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ആരും തന്നെ ശ്രുതിയെ കണ്ടിട്ടില്ല എന്ന് പറയുകയാണ്. ഈ ഒരു സമയത്ത് സച്ചിയും രേവതിയുടെ കൂടെ ഫോട്ടോ കാണിച്ച് അന്വേഷിക്കാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ.
എന്നാൽ അവിടെയുള്ളവർക്കും ശ്രുതിനെ അറിയില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതിക്ക് ആകെ വിഷമമാണ്. സച്ചിക്കാണെങ്കിലോ ദേഷ്യം ഇരട്ടിക്കുകയാണ്. എന്നിട്ട് വണ്ടിയിൽ കയറിയതിന് ശേഷം സച്ചി പറയുന്നുണ്ട് എവിടേക്ക് അന്വേഷിച്ചു, അവളെക്കുറിച്ച് ഒരു വിവരമില്ല, അവൾ പക്ക ഫ്രോഡാണെന്ന് തോന്നുന്നു, ഇത്രയും നാട്ടുകാരുടെയൊക്കെ അന്വേഷിച്ചിട്ടും അവർക്കൊന്നും അറിയില്ല എന്നല്ലേ പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചേട്ടൻ നമുക്കൊന്ന് അന്വേഷിക്കാം, അന്വേഷിച്ചാലല്ലേ മനസ്സിലാവുള്ളൂ, ഇവിടെ അടുത്തല്ലേ വിമലാൻ്റിയുടെ വീട്, നമുക്ക് വിമലാൻ്റിനെയൊക്കെ ഒന്ന് കണ്ട് അന്വേഷിച്ചിട്ടൊക്കെ പോവാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എങ്ങോട്ടേക്കൊന്നുമില്ലാതെ എവിടെ പോകുന്നത് പലരോട് തിരക്കി. എടാ സുധി, നിനക്കറിയാമോ നീ അവളുടെ വീട് എവിടെയാണെന്ന്, നാട്ടുകാരെ ആരെങ്കിലൊക്കെ അറിയാമോ എന്ന് ചോദിക്കുമ്പോഴേ സുധി ഒന്നും തന്നെ പറയുന്നില്ല കേട്ടോ. അങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നതിനിടയിൽ ഇരുവരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയാണ്. സുധിയാണെങ്കിലും നീ കാരണമാണ് സുധി വീട് വിട്ട് പോയത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞാൻ കാരണമല്ല, നീ ജോലിയില്ലാതെ പാർക്കിൽ തെണ്ട് നടന്നുകൊണ്ടാണ് നിന്റെ ബാലനെ ഉപേക്ഷിച്ചിട്ട് പോയതെന്നൊക്കെ സച്ചി പറയുന്നതാണ്. അവസാനം സൈ കെട്ടുന്ന സുധി പറയുന്നുണ്ട് മതി, നീ ശ്രുതിനെ അന്വേഷിച്ച് വന്നത് മതി, ഞാൻ തന്നെ അന്വേഷിച്ചുള്ളൂ, നീ വണ്ടി നിർത്തിയെന്ന് പറയുന്നുണ്ട്. സച്ചിന് വണ്ടി നിർത്താതെ മുന്നോട്ട് ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ശ്രുതി വീണ്ടും പറയും നിന്നോട് വണ്ടി നിർത്താനല്ലേ പറഞ്ഞത്, വണ്ടി നിർത്തണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചി വേഗം തന്നെ വണ്ടി നിർത്തുകയാണ്. രേവതിയാണെങ്കിലോ ശ്രുതിനെയും സച്ചിനെ മാറി മാറി നോക്കിയിട്ട് നിങ്ങൾ എന്തേ കാണിക്കുന്നത്, നമുക്ക് ശ്രുതിനെ അന്വേഷിച്ച് പോവാം എന്നൊക്കെ പറയുന്ന സമയത്ത് തന്നെ ശ്രുതി വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. എന്നിട്ട് എനിക്ക് നിങ്ങളുടെ ആരുടെ സഹായം വേണ്ട, ഞാൻ തന്നെ ശ്രുതിനെ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു പോവാണ് കേട്ടോ. ഈ ഒരു സമയത്ത് സച്ചി പുറകെ ചെന്നിട്ട് പറയുന്നുണ്ട് നീ പോടാ, കയ്യിൽ ഒരു 50 പൈസ പോലും എടുക്കാനില്ലാത്തതാണ് ശ്രുതിനെ അന്വേഷിച്ചിറങ്ങുന്നത്, നിനക്ക് ദാഹിച്ചാൽ ഒരു കുപ്പി വെള്ളം മേടിക്കാനുള്ള പൈസയും കയ്യിലുണ്ടോടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ശ്രുതി തന്റെ പോക്കലിലേക്ക് തപ്പി നോക്കിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിൽ ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. കാരണം ശ്രുതിനെ അന്വേഷിച്ച് പോകണമെന്നാണെങ്കിൽ ഒന്നുകിൽ തൻ്റെ കയ്യിൽ പൈസ ഉണ്ടാണ്, പൈസ ഉണ്ടെങ്കിലാണല്ലോ പോയിട്ട് തിരിച്ചു വരാൻ പറ്റുള്ളൂ, അതുമല്ലെന്നാണ് സച്ചിയുടെ സഹായം തനിക്ക് വേണം. സച്ചിയോടെ പോയാലാണെങ്കിലോ ഇങ്ങനെ തന്നെപ്പറ്റി ശ്രുതിനെ പറ്റി ഇങ്ങനെ കുറ്റങ്ങൾ ഓരോന്നായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ എന്നെ ശ്രുതി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ സച്ചി പറയുന്നുണ്ട് അവൻ പോട്ടെ, അവൻ പോയി അവൻ്റെ ഭാര്യനെ അന്വേഷിക്കട്ടെ, രേവതി നമുക്ക് തിരിച്ചു പോകാം എന്നും പറഞ്ഞുകൊണ്ട് രേവതി കൈ പിടിച്ച് വലിക്കുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട് നിങ്ങളിത് എങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞത്, അച്ഛനോട് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവൻ പോട്ടെ, അവൻ നമ്മളെ സഹായിച്ചതിന് ഒരു തരി പോലും നന്ദിയില്ലാത്തവനാണ് അവൻ പോട്ടെ, അവൻ അവൻ്റെ ഭാര്യയെ അന്വേഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിനെ പിടിച്ചു വലിച്ചുകൊണ്ട് വരുന്ന സമയത്താണ് ഒരു ബോൾ വന്ന് വണ്ടിയിലേക്ക് തട്ടുന്നത് കേട്ടോ. അപ്പോൾ അത് എടുക്കാനായിട്ട് ആദ്യമാണ് ഓടി വരുന്നത്. ആദ്യം കാണുമ്പോൾ തന്നെ മോനെ ആദ്യം എന്ന് വിളിക്കുമ്പോഴത്തേക്ക് രേവതി ആൻറ്റി എന്താ എൻ്റെ നാട്ടിൽ എന്ന് ചോദിക്കുകയാണ്. വേഗം തന്നെ സച്ചി ചോദിക്കുന്നുണ്ട് എന്താ ഞങ്ങൾക്ക് നിന്റെ നാട്ടിൽ വന്നുകൂടെ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ വരാലോ എന്ന് ആദ്യം മറുപടി പറയുന്നുണ്ട്. അതിനുശേഷം രേവതി മോനെ അമ്മ വീട്ടിലുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ആൻറ്റി എന്ന് പറയുന്നുണ്ട്. വേഗം തന്നെ രേവതി മോനെ എന്നാൽ നമുക്ക് ഒന്ന് വീട് വരെ പോയാലോ എന്ന് ചോദിക്കുകയാണ്. അതിനെന്താ വീട്ടിൽ ഞാൻ കൊണ്ടുപോകാലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് ചെല്ലുകയാണ്. സമയത്ത് ശ്രുതിയാകട്ടെ ഹാളിൽ ഒരു കട്ടിൽ പോലെ ഇട്ടുണ്ട്, അവിടെ കിടന്ന് വിശ്രമിക്കുകയായിരിക്കും കേട്ടോ. വണ്ടി വന്ന് നിർത്തുന്ന സൗണ്ട് കേട്ടുകൊണ്ട് ആരായിരിക്കും എന്ന് കരുതിക്കൊണ്ട് ശ്രുതി ജനലിൻ്റെ പാളിയിലൂടെ നോക്കുന്ന സമയത്ത് നടന്നു വരുന്നത് സച്ചിയും ശ്രുതിയും രേവതിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ട് ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന ശ്രുതിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.